വെറുപ്പ് എനിക്ക് മനസ്സിലാവണം. പേളി ചെയ്യുന്ന കണ്ടന്റ് സൂപ്പറാണ്, പേളി ആൾക്കാരുടെ ബിഹേവ് ചെയ്യുന്നത് സൂപ്പറാണ്, അവള് സൂപ്പറാണ്. അവക്ക് പേളിയുമാണ് അവക്ക് ഇത്തിരി കത്തും. കട്ട പേളി ഫാനാണ് മേഘ. അതായത് ഞങ്ങള് ഒരു കട്ട പേളി ഫാനായ ഒരു കൊച്ചിനെ ട്രിഗർ ചെയ്യിക്കുന്ന വീഡിയോ ആണ്. അതായത് വി ആർ നോട്ട് പേളി ഹേറ്റേഴ്സ്. ഇപ്പൊ ശരിയാക്കി തരാം. നല്ലൊരു എനിക്ക് പറയാനില്ല മനസ്സിന്റെ ഉടമയാ. അതെ, ജാടയില്ല, താരജാടയില്ല. അവള് താരം തന്നെയാണ്. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, രജനീകാന്തിനാണ് കമലഹാസൻ, സുരേഷ് ഗോപി, കമലഹാസൻ, സുരേഷ് ഗോപി, പിന്നെ നിക്ക് ടോവിനോ തോമസിന്റെ 2-3 പ്രാവശ്യം ബേസില് നസ്രിയ, ഇവരെല്ലാം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് വീണ്ടും വരുന്നുണ്ടെങ്കിൽ പേളിയുടെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടല്ലേ. ഇല്ലേ, DD വന്നിട്ടുണ്ട്, തമിഴിലെ DD വന്നിട്ടുണ്ട്, അറിയാം, തമിഴിലെ DD അറിയാം. പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് നിക്കടോ, സുരേഷ് ഗോപിയാ ഇപ്പോഴും ഒരുപാട് ഇപ്പോഴും കുറെ ആങ്കർമാരുണ്ട്, ഇപ്പോഴും കുറെ ആങ്കേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്യില്ല ആര് വേണം ആര് വേണ്ടെന്നുള്ള. ഇല്ല, എനിക്ക് പേര് പറയാൻ പറ്റൂല. ചിലവര് നല്ല പേളിമണി അവളുടെ ഷോയില് ഒരാൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ. ഇപ്പൊ മിക്ക ആൾക്കാർ ഇപ്പം മറ്റേ എന്തോ മീഡിയ വെറൈറ്റി മീഡിയ അതിലൊക്കെ അതല്ല വെറൈറ്റി മീഡിയ എന്നൊക്കെ പേജസ് ഉണ്ട്. ഈ പേജ് ഞാൻ പറയുന്ന കേക്ക് ഈ വെറൈറ്റി മീഡിയയിലൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ സ്വന്തം പേരിലാണ് ഷോ ചെയ്യുന്നത്. അല്ല, പേളിയുടെ സ്വന്തം പേരാണ് പേളി മാണി ഷോ. അവളുടെ സ്വന്തം കാർത്തിക് സൂര്യ എന്തോന്ന് അതിപ്പോഴേ കാർത്തിക് സൂര്യ. ഓക്കെ, കാർത്തിക് സൂര്യ ഇപ്പം വളർന്നു വരുന്നതേ ഉള്ളു. പേളി മണി അങ്ങനെയല്ല. ഓ, സായി പോപ്പി അതൊക്കെ ഇവര് പേളിമാണി ചെയ്തതിന് ശേഷം തന്നെ അവരെ കളഞ്ഞു. എടോ, അത് ഒരാളുടെ സ്റ്റാർട്ടിംഗ് അല്ലേ കരിയറിന്റെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം തുടങ്ങി, ഞാൻ മേഘാവോ എന്ന് പറഞ്ഞ എനിക്ക് ചെയ്യാൻ പറ്റുമോ? കാർത്തിക് സൂര്യ ആദ്യം വ്ലോഗാണ് ചെയ്തത്. എന്റെ കോൺസെപ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേളി ഇഷ്ടം തന്നെ. പിന്നെ ആര്? പിന്നെ നീ പറ. നീ മറ്റേ നീലക്കൂല അവനായിരിക്കും പിന്നെ കാർത്തിക് സൂര്യയുടെ കൊള്ളാം. പോഡ്കാസ്റ്റ് കാർത്തിക് സൂര്യ നന്നായിട്ട് എടുക്കുന്നത്, വേറെ ഞാൻ കാണാറില്ല. പേളി ഇവിടെ പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാണ്? പേളി ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഇന്റർവ്യൂ അവള് ചെയ്യുന്നേ. യൂട്യൂബില് ട്രെൻഡിങ് വരുമ്പോ ആരാണ് ഫസ്റ്റ്? പേളിമാണി. അത് അപ്പോഴും ഇപ്പൊ അത് കണ്ടന്റ് വേറെയാ. അത് അവര് ചെയ്യുന്ന അഹാനാണെങ്കിൽ ഇപ്പൊ ഹോം ടൂർ പറഞ്ഞിട്ട് എന്തോ അവരുടെ കണ്ടന്റ് വേറെയാ. പേളി ഒരു വ്ളോഗ് ഇടട്ടെ, ഫസ്റ്റ് അവളെയാണ് ഫസ്റ്റ് വരും. എനിക്ക് ശരിയാവണം. ഒരു കാര്യം പറയട്ടെ, അവള് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നേ. ഇപ്പൊ ഞാൻ ഭയങ്കര ഫേമസ് ആയി, ഞാൻ ഭയങ്കര ഫേമസ് ആയെന്ന് വിചാരിച്ചോ. ഒരു പാവപ്പെട്ട ഒരാൾ വന്ന് നിൽക്കുക, ഞാൻ വേണമെങ്കിൽ കാശ് കൊടുക്കുക. എടാ ഞാൻ 500 കൊടുക്കണം, എല്ലാരും കാണുന്ന രീതിയിൽ ഇങ്ങനെ കാശ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് നമ്മൾ ആള് അറിയാതെ അത് കൊറേ അങ്ങനെ പപ്പ ഉറങ്ങണ്, അമ്മമ്മ വന്ന് നോക്കണേ. അമ്മമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഞാൻ അറിയാം അവള് ഇങ്ങനെയാ കൊടുത്തത്. ചില ക്യാമറ കൊണ്ട് നടക്കുന്ന ഇങ്ങനെ കൊടുത്താലും കൊടുത്തത് പുറത്തറിഞ്ഞോ? ഇപ്പൊ എനിക്കിപ്പൊ ഇവൻ ഒരു കുറച്ച് കാശ് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഇപ്പൊ കൊടുക്കണം. നീ ഫോൺ കൊണ്ട് വന്ന് നിക്കണെന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
പറ. ഈ വന്നവൻ 500 കൊടുത്ത് വന്നവനാണെങ്കിലോ എടാ എനിക്ക് വീഡിയോ എടുത്ത് പറഞ്ഞാൽ ഞാൻ അറിയാത്ത പോലെ എല്ലാവരും എല്ലാവരും അതുപോലെ എല്ലാരും അങ്ങനെ ചെയ്യാൻ അറിയാതെ പുറത്ത് വരുന്നതാണെങ്കിലോ പേടി അങ്ങനെയല്ല ചെയ്യണം. നിനക്ക് ഇങ്ങനെ നേരിട്ട് അറിയാമോ? എനിക്ക് അവളെ നന്നായിട്ട് അവരെ എനിക്കറിയാം. നേരിട്ട് അറിയാമോ? അത് ഈ ചില മറ്റേ പാപ്പരാസി വീഡിയോ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവിടെ 500 കൊടുത്ത് നിർത്തിയ ഒരു പാപ്പരാസി. 500 എന്ത് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വെറുപ്പ്? എനിക്ക് മനസ്സിലാവണില്ല. നമുക്ക് വെറുപ്പില്ല, നമുക്ക് സത്യം അറിയണം. ചോദിക്കുകയല്ലേ ചെയ്യും നമ്മൾ. നിനക്ക് എ ആർ റഹ്മാൻ കാരണം ഇന്ത്യയാണ്. ഇന്ത്യയാണ്. നിനക്ക് എ ആർ റഹ്മാൻ ഇഷ്ടം എന്നും വെച്ച് എന്നും പറയാ ഞാൻ പഠിച്ചോളൂ. നിനക്ക് എ ആർ റഹ്മാൻ ഇങ്ങനെ വയലിൻ വായിച്ചോണ്ടിരിക്കും 500 മ്യൂസിക് ഉള്ള അതുകൊണ്ട് ഇഷ്ടം. പേളി ചെയ്യുന്ന കണ്ടന്റ് സൂപ്പറാണ്. പേളി ആൾക്കാരുടെ ബിഹേവ് ചെയ്യുന്നത് സൂപ്പറാണ്. അവള് സൂപ്പറാണ്. റഹ്മാന്റെ സ്വഭാവം കണ്ടല്ല എനിക്ക് റഹ്മാൻ ഇഷ്ടം. അങ്ങനെയെങ്കിൽ എനിക്ക് പേളിയുടെ സംസാരം കണ്ടാണ് എനിക്കിഷ്ടം. ഓക്കെ, ഞാനും അങ്ങനെ കലകളാണ് എനിക്കിഷ്ടം. പേളിയുടെ ചളിയാണ് എനിക്കിഷ്ടം. ഞാനും അങ്ങനെ ചളി അടിക്കുന്ന ആളാണ്. ഇത്രേ ഉള്ളൂ. മതിയാ? അതൊക്കെ ഒരു റീസൺ ആണ്. എനിക്കത് മതി റീസൺ. എനിക്ക് റഹ്മാൻ ഇഷ്ടം എന്തുകൊണ്ടാണ്? അയാളുടെ മ്യൂസിക്. നീ മ്യൂസിക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം മോഹൻലാലിനെ ഇഷ്ടമാണ്. എന്തുകൊണ്ട്? ആക്ടിങ്. അത് നിനക്ക് ആക്ടിങ് ഇഷ്ടമുള്ളത്. അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. എനിക്ക് ചളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചളി കാണും. നീ പറയണ അതെല്ലാവരും. പക്ഷെ പേളിയുടെ ചളിയില് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊരു അർത്ഥം ഉണ്ടോ? ആ ചളിക്കൊരു അർത്ഥം ഉണ്ടോ? ഓവറാക്കിയതുണ്ട്. പേളിയുടെ ചളിയില് ഇതൊക്കെ ഇത്തിരി കടുപ്പാണ് കേട്ടാ. ആരെങ്കിലും സമ്മതിച്ചോറേ. സൂപ്പറാണ്. അവള് പാവമാണ്, നല്ല മനസ്സിന് ഉത്തമയാണ്. അവളൊന്ന് നമ്മളൊക്കെ ഏജിന് മൂത്തതാണ്. പേളി ചേച്ചി സൂപ്പറാണ്. അമ്മച്ചി സൂപ്പറാണ്. ഡാഡി പറഞ്ഞാലും ഞാൻ ഇവിടെ ഇതിൽ ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. വാദിച്ചു ഞാൻ തന്നെ വന്നോ നീ വന്നോ നിന്നോ നീ എന്റെ